എന്റെ നേരെ കഴിഞ്ഞുകൊണ്ട് സംസാരിച്ചാലുണ്ടല്ലോ. നിങ്ങളെന്തിനാണ് ഈ ചെക്കനുമായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നത്? പെണ്ണ് കെട്ടിയേക്കുമ്പോ ചെക്കൻ നേരത്തൊന്നല്ല നിൽക്കുന്നത്. ഏട്ടന്റെ ഭാര്യയൊന്നും ഞാൻ നോക്കൂലട്ടോ. കഴിച്ചുകൊണ്ട് സംസാരിക്കുന്നേ. എന്താ മക്കളെ, എന്താ പാപ്പ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവനും ഇവന്റെ ഭാര്യയുള്ള വീട്ടിലുണ്ടല്ലോ, ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല. ആര് പറഞ്ഞു നിക്കണം? ഇറങ്ങി പോടി. നിനക്ക് 10 ഇവന് 3 വയസ്സുള്ളപ്പോഴാണ് ജാമ്യം തുടങ്ങി പാപ്പാന്റെ സെന്റി. വേറൊരു പെണ്ണ് കെട്ടിയാൽ നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ് മക്കളെ ഞാൻ വേറൊരു കല്യാണം കൂടി കഴിക്കാതെ. ഒരു ഉമ്മയുടെ കുറവ് അറിയിക്കാതല്ലേ മക്കളെ ഞാൻ നിങ്ങളെ വളർത്തിയത്. കല്യാണം കഴിക്കുന്നതിന് മുന്നേ എത്ര സ്നേഹത്തോടെ മക്കളെ നിങ്ങൾ ജീവിച്ചത്. അപ്പൊ കേറി വന്ന ഞാനല്ലേ നിങ്ങളെ മക്കളെ തമ്മിൽ അടുപ്പിച്ചത്? ഈ പെങ്കോന്നന്റെ ഓളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടിവിന്റെ റിമോട്ട് എന്റെ മോളൊന്ന് തൊട്ടുപോയേന്. എന്തെല്ലാം ഇവന്റെ ഓളെ എന്നെ പറഞ്ഞ നിങ്ങൾക്ക് അറിയോ? ഇന്റെ മക്കൾക്ക് ടി വി കാണണമെങ്കിലേ ടിവിന്റെ പോരേന്ന് കൊണ്ടുവരണോ? ഇവന്റെ കെട്ടിയൊക്കെ ജോലി ഉണ്ടെന്നുള്ള അഹങ്കാര. വെറുതെ അല്ലടാ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലായിട്ട് നീ ഗർഭിണിയായിട്ട്. ഞാനോ?